ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും എത്തിയിരിക്കുന്നു. എക്സൈസ് പിടികൂടിയ തസ്ലീന സുൽത്താന, നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഒന്നും നടക്കൂല. കയ്യിൽ നിന്ന് 10 ഗ്രാം കൊക്കൈനുമായിട്ട് പിടികൂടി 2015 നമ്മളെ ഷൈൻ ടോം ചാക്കോയെ. എന്നിട്ട് എന്തുണ്ടായത്? കഴിഞ്ഞ മാസം കുറ്റവിമുക്തമാക്കി വിട്ടു. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയും വലിക്കട്ടെ, അവൻ ഇനിയും അറമാദിക്കട്ടെ എന്നുള്ളതാ. അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയുടെ അടുത്ത് എത്ര കേസുണ്ട്, എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ഇവരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കാലങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. ഇതൊന്നും കൂടാഞ്ഞിട്ട് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടത്രേ. എന്നത് പോലീസുകാർക്ക് ഒന്ന് കൊടുക്കുക, അതുമില്ല. അതായത് ലഹരി ഉപയോഗിക്കുന്ന സിനിമാ നടന്മാര് എന്ന് പറഞ്ഞിട്ട്. കൊള്ളാം, അടിപൊളിയാ. ഈ ഷൈൻ ടോം ചാക്കോനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അതൊരു 10 വർഷം മുമ്പ്. ആ പിടിക്കുന്നത് വരെ ആള് സംസാരിച്ചിരുന്നത് ഒരു കുണുങ്ങലോ ഒന്നുമില്ല, അതൊരു നോർമൽ ടൈപ്പാ. അത് കുറച്ച് കഴിഞ്ഞ് അടുത്തൊരു സിനിമ ഉണ്ട് വൈറലായപ്പോ, ഇതിഹാസ അല്ലേ, അതൊക്കെ ഉണ്ട്. കഴിഞ്ഞപ്പോ ആളെ പിടിച്ചാൽ കിട്ടിയില്ല, അങ്ങ് കേറി. പിന്നെ കിടന്ന് പൊളയാൻ തുടങ്ങിയ വരാലിനെ കരക്കലിട്ട പോലെ കിടന്ന് പൊളയ. ഇതൊക്കെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടാൽ തന്നെ ചിലപ്പോൾ മനസ്സിലാവും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം. ഈ പിടിക്കപ്പെട്ട ആളുടെ കയ്യിൽ അത്യാവശ്യം കോടിക്കണക്കിന് രൂപയുടെ വാല്യൂ ഉള്ള ഒരു സാധനമാണ് പിടിച്ചിട്ടുള്ളത്. അതായത് വാർത്തയിലുണ്ട്, പറയാം. ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. ചില്ലറ തെളിവൊന്നല്ല, സാമ്പത്തിക ഇടപാട് നടത്തിയതിനുള്ള ഡിജിറ്റൽ തെളിവ്, അതേപോലെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ കോണ്ടാക്ട് ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവ് ഉണ്ട് എന്നുള്ളതാ. 2 കോടി ഉറപ്പിക്കേട്ടോ ഈ ഒരു സാധനത്തിന്റെ വില, കഞ്ചാവിന്റെ വിലയാണ്. ആലോചിച്ച് നോക്കണം കേട്ടാ. കാണാം. അതായത് റോഷ്നി, പ്രധാനമായും അന്വേഷണ സംഘം ഇപ്പോഴും ഈ യുവതിയെ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ എന്തായാലും ഇതിനകം നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ ഉന്നതരുമായ തരത്തിൽ ഈ യുവതിക്ക് ബന്ധമുണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി അടക്കമുള്ള താരങ്ങൾക്ക് ലഹരി നൽകി എന്നുള്ളതാണ്, ഈ കഞ്ചാവ് നൽകി എന്നുള്ളതാണ് യുവതി എക്സൈസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. മാത്രമല്ല ഇവരുമായി നിരന്തരം സംസാരിക്കാറുണ്ട്, ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല പല ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഇവർ ഒരുമിച്ചിരുന്ന്, ഈ യുവതി ഉൾപ്പെടെ ഒരുമിച്ചിരുന്ന് ഇവരൊക്കെ തന്നെ റിസോർട്ടുകളിലും മറ്റും കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്നും ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതായത് വെറും കച്ചവടം മാത്രമല്ല, കൂട്ടത്തിൽ ഒരുമിച്ചിരുന്നിട്ട് അടികൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാ. കൊള്ളാം. ഇങ്ങനെയായിരിക്കും കേട്ടോ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഇരുന്നിട്ട് കസ്റ്റമേഴ്സിന് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത് എന്നുള്ളതാ. ഇവർക്ക് സിനിമാ മേഖലയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അത് വാർത്തയുടെ ഇടയിൽ പറയുമ്പോൾ പറഞ്ഞുതരാം, പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മയില്ല, അതുകൊണ്ടാണ്. ഇനി ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് തന്നെ കൂട്ടുക, തൂക്കിക്കൊല്ലാൻ മതിക്കോ? എവിടെ? ഒരു 10 കൊല്ലെങ്കിലും കഠിന തടവ് എവിടെ? അതിന്റെ മുന്നേ തന്നെ ഒന്നല്ലെങ്കിൽ ആൾജാമ്യം അല്ലെങ്കിൽ സ്വന്തം ജാമ്യം ഇറക്കി വിടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ചെറിയ ക്വാണ്ടിറ്റിയോട് കൂടിയിട്ടൊക്കെ ഇവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ജാമ്യം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബലം പിടിക്കും. പക്ഷെ കോടതി ആ പൊക്ക മോനെ എന്ന് പറഞ്ഞത്. നിരവധി അനവധി അതച്ച ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഇവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വിടും. ഇതാണ് സാധാരണ നമ്മുടെ നാട്ടിലുള്ളത്. ഇനി ഈ കണ്ണാട മാറ്റിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ പൊന്നു മുഖ്യമന്ത്രിമാരെ, MLA-മാരെ, മന്ത്രിമാരെ എല്ലാവരോടും കൂടി ചോദിക്കുക, എന്തെങ്കിലും ഒരു നിയമ ഭേദഗതി നിങ്ങളെ കൊണ്ട് വരുത്താൻ കഴിയോ? വല്ലക്ക കഴിയും. കാരണം ഈ ഒരു ബിസിനസ് ഇവിടെ നടന്നാലേ സർക്കാരിനും പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ഖജനാവ് നിറയണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇവരെ വെറുതെ വിടണം, അറസ്റ്റ് ചെയ്യണം, വീണ്ടും പിടിച്ചു വിടണം. ഇതാണ് അവർക്ക് വേണ്ടത്. ഈ ഒരു സാധനം നിരോധിച്ചു, ശരിയാ, കൈവശം വെക്കുന്ന ആളുകളെ പിടിക്കുക, പൈസ വാങ്ങുക, വിടുക. എന്തതിൻ്റെയൊക്കെ അർത്ഥം? ഒന്നല്ലെങ്കിൽ ജാമ്യമില്ലാതെ ഒരു 25 വർഷമെങ്കിലും ജയിലിൽ ഇടാനുള്ള ഒരു സംവിധാനം നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു നിയമെങ്കിലും മാറ്റി എഴുതുമോ? നിയമസഭയിലേക്ക് പോകുമ്പോൾ ഒരു നിയമമെങ്കിലും പുതുതായി നിർമ്മിക്കുക, അല്ലെങ്കിൽ പഴയ നിയമത്തെ ഒന്ന് മാറ്റി എഴുതി ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും വാർത്തയിലേക്ക്. ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇപ്പോൾ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് എക്സൈസ് സംഘം നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവെടുക്കം എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോ അടക്കം ഇത്തരം സിനിമാക്കാരുമായി അടക്കം ഈ യുവതിക്ക് ബന്ധമുണ്ട് എന്ന് എക്സൈസിന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല മറ്റു പ്രമുഖ നടന്മാരടക്കമുള്ള ആളുകൾക്കും ഈ യുവതിയുമായി ബന്ധമുണ്ട്. ഇവർ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്നതാണ് ഈ യുവതി. അതായത് ഇതര ഭാഷകളിലേക്ക് ഈ സിനിമയുടെ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ യുവതി പ്രവർത്തിക്കുന്നത്.
അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ള പലരെയും ഇവർക്ക് കൃത്യമായി അറിയാം. അങ്ങനെയാണ് ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയും അതുപോലെ തന്നെ ശ്രീനാഥ് ബാസി അടക്കമുള്ള യുവതാരങ്ങളുമായി ഇവർ പരിചയപ്പെടുന്നതും പിന്നീട് റിസോർട്ടുകളിലും മറ്റും വെച്ചാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടത്തിയത് എന്നുള്ളതാണ് ഇവർ ഈ എക്സൈസിന് മൊഴി. കുറെ ആളുകൾ തിരക്കഥയൊക്കെ എഴുതി ഒരു നടനെ ഒന്ന് പ്രസന്റ് ചെയ്യണം, അയാളുടെ അടുത്തുനിന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കുറേ കാലം നടക്കും. എന്നിട്ടോ അവരെയൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ നോക്കി പഞ്ഞു വെക്കേണ്ട അവസ്ഥയായിട്ടുണ്ടോ? അത്ര കാലം നടക്കണം. ഇനി അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഐഡിയ ഇതൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ കയ്യിൽ ഗഞ്ചയാണുള്ളത് എന്ന് വിളിച്ചാൽ അപ്പൊ തന്നെ നടന്മാർ വിളിക്കുക വരും മോനെയെന്ന്. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വല്ല വൈക്കോലോ വല്ല തുളസിയുടെ ഇല പൊടിച്ചതാ കൊടുത്തതിന് ശേഷം പറ്റിച്ചിട്ട് കഥ പറയുക പോരുക. ഏത് അതേ നടക്കുള്ളൂ. ഇത് മറ്റേ കാര്യമാണ്. ഇനി വേറെ കാര്യം പറയട്ടെ, സിനിമാ മേഖലയിൽ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. പോലീസുകാർ പറയുമ്പോഴും ഈ പെണ്ണ് പിടിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞപ്പോഴും ഇപ്പൊ ന്യൂസ് ചാനൽ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാത്ത കാര്യം. എൻ്റെ പൊന്ന് ആന്റണി പെരുമ്പോ അവരെ കയ്യിലുള്ള ലിസ്റ്റ് എടുത്ത് അങ്ങോട്ട് പോലീസുകാർക്ക് കൊടുത്തിട്ട് ഒക്കത്തിനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ പൊന്ന് മന്ത്രിമാരെ നിങ്ങൾ ഈ നിയമം മാറ്റിയെഴുത്, അല്ലാതൊന്നും ഒരു കാര്യവുമില്ല. വെറുതെ. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീനാഥ് ബാസിയെ വിളിച്ചപ്പോൾ ശ്രീനാഥ് ബാസിയുടെ ആ ഒരു സൗണ്ട് ഒന്ന് കേട്ടോക്ക്. വെറുതെ ആൾക്കാർ ഓർമ്മ അറിയാൻ പാടില്ല, ഇങ്ങനെ തന്നെ തിരിച്ചു വിളിക്കില്ലേ? ഐ ഡോണ്ട് നോ വെറുതെ ആൾക്കാരൊക്കെ പറഞ്ഞു. എന്താ ഉറക്കപ്പിച്ചിലാണെന്ന് എനിക്ക് തോന്നും. പക്ഷേ ഉറക്കപ്പിച്ചിലാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും കഴിയില്ല. വേറെ വല്ല പിച്ചാണെങ്കില വെറുതെ ആളുകൾ പലതും പറയും, അതുകൊണ്ട് എന്നെ വിളിക്കല്ലേ എന്നാ പറയുന്നത്. എൻ്റെ പൊന്ന് ബാസിയേട്ടനുമായിട്ട് സംസാരിച്ച വാട്സപ്പ് സന്ദേശങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഡിജിറ്റൽ തെളിവൊക്കെ പോലീസുകാർക്ക് കിട്ടി. നാളെ തന്നെ ചിലപ്പോൾ നിങ്ങളെ പൊക്കിയിട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ തന്നെ രക്തത്തിൽ നിന്നും ഈ ഒരു അംശമൊക്കെ കളയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നാലും പറയാ, എന്തായാലും ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാവും. പക്ഷെ ശരീരത്തിലുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാ. കയ്യിൽ പിടിക്കണം, ക്വാണ്ടിറ്റിയോട് പിടിക്കണം. എന്നാലാ 2 ദിവസം കഴിഞ്ഞ് വെറുതെ വിടാൻ പറ്റുള്ളൂ. തുടക്കത്തിലേ വെറുതെ വിടുന്നത് ഒരു രസമില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കഞ്ചാവിന്റെ ഒരു വിഷയത്തെ കുറിച്ച് പോലീസുകാരൻ തന്നെ പറയുന്നുണ്ട്, കേൾക്കാം. 3 കിലോഗ്രാം ഹൈബ്രിഡ് ഗഞ്ചാവാണ്. തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട് ഇതിൽ ഇൻവോൾവ്. പോലീസുകാർ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യുന്ന സിനിമാ മേഖലയിൽ ഒരുപാട് ആളുകളുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. ഓക്കെ, അപ്പൊ ഹൈബ്രിഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ സാധനം ഉപയോഗിക്കുന്നത് മെഡിക്കൽ പർപ്പസിനാണ്, മെഡിസിൻ പർപ്പസിനാണ്. നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ ഏറ്റവും കൂടുതൽ അത് പറയും, അല്ലെങ്കിൽ അത് മനസ്സിലാവും. പക്ഷെ ഇത് ദുരുപയോഗം ചെയ്യുന്ന ആളുകളാണ് ലഹരിയായിട്ട് ഉപയോഗിക്കുന്നത്. ലഹരിയായിട്ട് ഉപയോഗിക്കുന്നത് ഈ സാധനങ്ങൾ മാത്രമല്ല, ഒരുപാട് വസ്തുക്കളുണ്ട്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഈ ഒരു ലഹരി ഒന്നും ഒരിക്കലും നിരോധിക്കാൻ പാടില്ല. ഇതൊക്കെ ഇങ്ങനെ കൊടുക്കണം പാവപ്പെട്ട മനുഷ്യന്മാർക്ക്, കുട്ടികൾക്കൊക്കെ എന്നുള്ളത് ഒരാൾ പറയുന്നുണ്ട്. നമ്മുടെ റാച്ചേട്ട പറ. മയക്കുമരുന്നിന് വേറെ എന്തോ പ്രശ്നം കൂടുതൽ ഉണ്ടാക്കുന്നത്? ഏത് മയക്കുമരുന്നാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഫാസ്റ്റായിട്ട് അഡിക്റ്റ് ആവില്ലേ? അഡിക്റ്റ് ആകുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അഡിക്റ്റ് ആവുമ്പോൾ എന്താ കുഴപ്പം എന്നുള്ളത്, മദ്യപാനത്തിന്റെ മാത്രം ലഹരി കൊണ്ട് അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാതെ വൃത്തികേടുകൾ കാണിക്കുന്ന കുറെ കൂതറകളുണ്ട്. വേറെ വാക്ക പറയാൻ വന്നത് പോട്ടെ. അതുകൂടാതെയാണ് ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന കഞ്ചാവ്, മറ്റേ ആഷിഷ്, മറ്റേ തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ശരീരത്തിനോട് പോലും ഒരു തരത്തിലും ഇതൊന്നും തോന്നൂല. പിന്നെ മുന്നിൽ കാണുന്ന എല്ലാവരോടും അവർക്ക് തോന്നുന്ന കലിപ്പിനെ കുറിച്ചിട്ടോ എന്താണ് ലഹരി അഡിക്ഷൻ വന്നാൽ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ആൺകുട്ടി ഇല്ലാതെ പോയത് കൊണ്ട്, അവൻ ഈ ഒരു രീതിയിൽ ആവാത്തത് കൊണ്ടും നിങ്ങൾക്ക് എന്തും പറയാലോ റാച്ചേട്ടാ. അഡിക്ഷനും ഇല്ലല്ലോ കഞ്ചാവ്, പിന്നെ എന്തിനാ നിരോധിച്ചിരിക്കുന്നത്? അഡിക്ഷൻ ഇല്ല, അത് വീനിങ് ഓഫ് ചെയ്താൽ ഒരു അഡിക്ഷനകത്ത് നിന്ന് ആളുകളെ മാറ്റാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കഞ്ചാവ്. അതുകൊണ്ടാണ് ലോകവ്യാപകമായി 2ാമത് അവർ കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ഇവിടെ കെമിക്കൽസ് ഒക്കെ അല്ലേ? അത് തന്നെ, അത് കെമിക്കൽസ് ആയതുകൊണ്ട് ഇയാളെന്ന് കെമിക്കൽ വിരോധിയാണ്. അപ്പൊ ഈ കള്ളിനകത്ത് കെമിക്കൽ ഇല്ലേ? MDMA എന്ന് പറഞ്ഞ ഇയാളെന്താ പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇവിടെ കാറ് വിറ്റ് ദിവസവും പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇയാളെ ജനിച്ച് വീണത് ഒരു പക്ഷെ മദ്യക്കുപ്പിയുടെ ഉള്ളിലൊക്കെ എടുക്കാന്ന് തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇമ്മാതിരി ഊളത്തരം പറയോ? ഈ സമൂഹത്തിലുള്ള യുവാക്കൾ നശിച്ച് നറണക്കല്ലെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. കഞ്ചാവ് നിരോധിക്കാൻ പാടില്ല, അതടിച്ച് അഡിഷൻ വന്നാൽ എന്താ കുഴപ്പമെന്നുള്ളത്.
മറ്റുള്ള സിന്തറ്റിക് വസ്തുക്കൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. ചാരായം നിരോധിച്ചപ്പോൾ ആദ്യം ബഹളം വെച്ച മനുഷ്യനാണ് ഇയാൾ. ചാരായം നിരോധിക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. ഒരു കാര്യം ശരിയാണ്, നിരോധിക്കപ്പെട്ട ഒരു വസ്തു ആ ഒരു നിമിഷം കൊണ്ട് 500 രൂപയുള്ള സാധനം ചിലപ്പോൾ 10,000 രൂപയാകും. ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു നിയമനിർമ്മാണം, പുതിയൊരു നിയമം കൊണ്ടുവന്ന് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പുറം ലോകം കാണാൻ കഴിയാത്ത രീതിയിലുള്ള പുതിയ നിയമം വരുത്തണം. അത്ര തന്നെ. അങ്ങനെ പുറത്തേക്ക് വരാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിച്ചോളും. ഇനി കഞ്ചാവ് ഇതിനൊക്കെ അഡിക്ഷൻ വന്ന് പിടിക്കപ്പെടുന്ന ആളുകളെ നമ്മൾ എന്താ ചെയ്യുക? നമ്മളല്ല, പോലീസുകാരെന്ത് ചെയ്യുക? കോടതിയിൽ ഹാജരാക്കും. അളവ് കുറവാണ്, വിട്ടോ എന്ന് പറഞ്ഞ് കോടതി വരെ വെറുതെ വിടും. ആ ഒരു സമയത്ത് ജാമ്യത്തിലെടുത്ത് ഇവർ പുറത്തു. ഇനി അതിൽ നിന്നൊരു മാറ്റം വരുത്തുകയാണ് ഏറ്റവും നല്ലത്. ഇവരെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നേരെ കൊണ്ടുപോയി ഒരു ജയിലിലിടുക, കുറെ കാലം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം പുറത്തു വിട്ടുക. ഇതിന് ഖജനാവിത്തെ പൈസ ഉപയോഗിച്ച ഒരു കുഴപ്പമില്ല. ഇപ്പൊ മലയാള സിനിമയുടെ അകത്ത് എന്നല്ല, ഇന്ത്യൻ സിനിമയുടെ അകത്ത് ലഹരി ഒഴുകുന്നുണ്ട്, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇത് എല്ലാ കുട്ടികൾക്കും അറിയാം. ഇന്ന ആളിതാ വന്ന് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ കാണിച്ചു കൂട്ടുന്ന ഓരോ പേക്കൂത്തുകൾ, കാലിന് മുകളിൽ കാല് കയറ്റി സീറ്റിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്, അതൊക്കെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് അവൻ അതാണ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ആരും അതൊന്നും വിളിച്ച് പറയാതെ തന്നെ പോലീസുകാർ പിടിക്കുന്നു. പിടിച്ചതിന് ശേഷം ഇവർ സിമ്പിളായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി വരുന്നു. എന്താണ് ഇവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്നറിയോ? എങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല, നമ്മൾ പുറത്തു വരും. ഈ ഒരു സാധനം വെച്ചുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ നാട്ടുകാരെല്ലാവരും ചേർന്ന് കൊണ്ട് കുറച്ച് കഞ്ചാവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ചു കൊടുത്തു തന്നെ വിചാരിക്കുക. പോലീസുകാർ ഇവരെ പിടിച്ചു കൊണ്ടുപോകും, കോടതിയിലെത്തിക്കും, അളവ് കുറവാണെന്ന് പറഞ്ഞ് പുറത്തു വിടും. ഈ പരാതി അല്ലെങ്കിൽ ഈ ഒരു സാധനം പിടിച്ചു കൊടുത്ത ആളുടെ അവസ്ഥ നാളെ എന്താണെന്നറിയോ? അവൻ വന്നങ്ങോട്ട് തീർക്കും, അല്ലെങ്കിൽ കയ്യും കാലും മുറിച്ചിടും. അപ്പൊ ഈ ഒരു കാര്യം പറയുന്ന, ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ആൾക്ക് പോലും യാതൊരു തരത്തിലുള്ള സുരക്ഷയില്ല. ഈ നിയമത്തിനൊരു മാറ്റം വരുത്തുക വേണ്ടത്. ആ നിയമ മാറ്റം വരുത്താൻ വേണ്ടി ഇവിടെയുള്ള മന്ത്രിമാരൊക്കെ ഒന്ന് സംസാരിക്കെങ്കിലും വേണം. ഒന്നും പറയുന്നില്ല. പിടിക്കുന്നു, ആ പത്രത്തിൽ വരുന്നു, ആ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇപ്പൊ ഷൈൻ ടോം ചാക്കോന്റെ കയ്യിൽ നിന്നും 15 ഗ്രാമോളം കൊക്കൈന് പിടിക്കുന്നു. അതിൽ 5 ഗ്രാം അവർ ഉപയോഗിച്ചതാണ്, 10 ഗ്രാം പിടിക്കുന്നു. എന്നിട്ട് പോലും അത് കൊക്കൈനല്ല എന്നും, അതുകൂടാതെ തന്നെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് തേച്ചു മാച്ചു പോയി. 2 മാസം മുമ്പ്, അല്ലെ 1.5 മാസം മുമ്പായിട്ടാണ് ആളെ കോടതി കുറ്റവിമുക്തമാക്കി വിടുന്നത്. അങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് സിമ്പിളായിട്ട് ഊരി വരാം എന്നുള്ള ഒരു ഇതിന്റെ പുറത്താണ് നിൽക്കുന്നത്. സിനിമ മേഖലയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇനി സിനിമ കൊടുക്കില്ല, സിനിമയിൽ അഭിനയിക്കണ്ട എന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ തീർന്നു. സാമ്പത്തികമായിട്ടുള്ളവരെ വരവ് നിന്ന് കഴിഞ്ഞാൽ ഈ പരിപാടി അവസാനിച്ചോളൂ. അതിനുള്ള ഒരു സംവിധാനം നിങ്ങൾ ചെയ്യേണ്ട പൊന്നുമക്കളെ, എനിക്ക് തോന്നുന്നില്ല. ആജീവനാന്ത വിലക്കാണ്ട് കൊടുക്കുക. ഇവർ മതി സിനിമയിൽ അഭിനയിച്ച്, ഇനി വേണ്ട, നിർത്തിക്കോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരും. അതും ചെയ്യില്ല. നട്ടല് എന്നൊരു സാധനമില്ല. വലിയ ഡയലോഗ് അടിക്കുന്ന നെക്കോട്ടിസ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഡ്രൈവറായിരുന്ന, പിന്നീട് മാനേജറായിട്ടുള്ള, ആശീർവാദ് സിനിമാസിന്റെ ഒക്കെ പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ആളാണ് നമ്മുടെ പെരുമ്പാവൂരേട്ടൻ. പെരുമ്പാവൂരേട്ടന്റെ കയ്യിലുണ്ട് അത്ര ലിസ്റ്റ്, എവിടെയും പറയില്ല എന്നുള്ളതാ. പണ്ടെങ്ങാനും ഏതൊരു നടന്റെ പല്ല് പൊഴിഞ്ഞു പോയതോ അങ്ങനെ എന്തോ ഒരു കഥ നമ്മളെ ടിനി ടോം പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അങ്ങനെ കുറെ എണ്ണം ഈ സിനിമാ ലോകത്തുണ്ട്. സിനിമാ ലോകത്തെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ഇൻസ്പയറേഷൻ ആണ് ഈ പുറത്തുനിന്നുള്ള ആളുകൾക്ക്. ഇവരെ പിടിക്കുന്നു, വെറുതെ വിടുന്നു. പുറത്തു നിൽക്കുന്ന ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് സിമ്പിൾ അല്ല ഇത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവരൊക്കെ പിടിച്ച് തുറങ്കലിൽ അടയ്ക്കുക, സിനിമ കൊടുക്കാതിരിക്കുക, പുതിയ നിയമനിർമ്മാണം വരിക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെയൊക്കെ സന്ദീപ് സൈനിങ് ഓഫ്.